സ്റ്റുഡൻസ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. കോൺസിക്വൻഷ്യൽ ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ. ദ പ്രീമിസസ് ഓഫ് റെഡ് ലിമിറ്റഡ് വാസ് പാർഷ്യലി ഡിസ്ട്രോയിഡ് ബൈ ഫയർ ഓൺ 1st March. അതായത് റെഡ് ലിമിറ്റഡിൻ്റെ പ്രീമിസസ് ഫയർ കൊണ്ട് 1st March ഫയർ വന്നതുകൊണ്ട് പാർഷ്യലി ഡിസ്ട്രോയിഡ് ആയി. And as a result, the business was practically disorganized up to 31st August. അപ്പോൾ ഫയർ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് അവരുടെ ബിസിനസ് ഡിസോർഗനൈസ്ഡ് ആയി, അതായത് ഡിസ്ലൊക്കേറ്റഡ് ആയി അല്ലെങ്കിൽ അഫക്റ്റഡ് ആയി. ആ ഒരു ഫയർ അവരുടെ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്തു എന്ന് വരെ 31st August വരെ. ഓക്കെ, അപ്പോൾ 1st March മുതൽ 31st August വരെയാണ് ഇവരുടെ ബിസിനസ്സിനെ ഈ ഫയർ ഉണ്ടായതുകൊണ്ട് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു അഫക്റ്റഡ് പീരീഡിൽ സെയിൽസിന് എന്ത് സംഭവിക്കും? സെയിൽസ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ റെഡ്യൂസ് ചെയ്താൽ അവരുടെ ഗ്രോസ് പ്രോഫിറ്റും കുറയും. ഇനി എന്താ പറയുന്നത് നോക്കിയത്? കമ്പനി ഈസ് ഇൻഷുവേർഡ് under a loss of profit policy for ₹6,60,000. കമ്പനി ഒരു പ്രോഫിറ്റ് പോളിസി എടുത്തിട്ടുണ്ട്. എത്ര രൂപയുടെയാണ്? 6,60,000. ഹാവിങ് ആൻ ഇൻഡംനിറ്റി പീരീഡ് ഓഫ് 6 months. ഇൻഡംനിറ്റി പീരീഡ് എത്ര മാസമുണ്ട്? 6 months ഉണ്ട്. ഇവിടെ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് 1st March മുതലാണ്. അപ്പോൾ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 6 മാസത്തോളമാണ് അവരുടെ ബിസിനസ്സിനെ അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ആ 6 മാസം തന്നെയാണ് ഇൻഡംനിറ്റി പീരീഡ് ആയിട്ടും തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ ഫ്രം ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ ഫൈൻഡ് ഔട്ട് എ ക്ലെയിം അണ്ടർ ദി പോളിസി. ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് പോളിസിയുടെ ക്ലെയിം എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ആദ്യം തന്നിരിക്കുന്നത് ആക്ച്വൽ ടേൺ ഓവർ ആണ്. അതായത് 1st March ഫയർ ഒക്കർ ചെയ്ത ഡേറ്റ് മുതൽ അവരുടെ ആ ഡിസ്ലൊക്കേറ്റഡ് പീരീഡ് വരെയുള്ള സെയിൽസ് തന്നിട്ടുണ്ട് 3,20,000. അതായത് ഫയർ ഒക്കർ ചെയ്ത ആ ഒരു പീരീഡിൽ. ഓക്കെ, എന്നിട്ട് ആ അഫക്റ്റ് ചെയ്ത പീരീഡ് വരെയുള്ള സെയിൽസ് തന്നിട്ടുണ്ട്. അതാണ് ആക്ച്വൽ ടേൺ ഓവർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ടേൺ ഓവർ ഫ്രം 1st March to 31st August പ്രീവിയസ് ഇയർ. അതായത് ഇതേ ഒരു പീരീഡ് തന്നെ പ്രീവിയസ് ഇയറിൽ തന്നിരിക്കുന്നു. ഓക്കെ, സോ അതെന്ത് ടേൺ ഓവർ ആണ്? സ്റ്റാൻഡേർഡ് ടേൺ ഓവർ ആണ്. ഇറ്റ് ഈസ് 9,60,000. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ടേൺ ഓവർ ഫ്രം 1st March to 28th February പ്രീവിയസ് ഇയർ 24 lakhs. അതായത് പ്രീവിയസ് ഇയറിൽ 28th February എൻഡ് ചെയ്യുന്ന ആ ഒരു സെയിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1st March ആയിരുന്നു ഫയർ ഒക്കർ ചെയ്തത്. ഫയർ ഒക്കർ ചെയ്തതിന് തൊട്ടു മുന്നത്തെ ഡേറ്റിൽ അവസാനിക്കുന്ന 12 മാസത്തെ സെയിൽസ് on 12 months immediately preceding the date of fire. Okay, then previous yearലെ net profit തന്നിട്ടുണ്ട്. then insured standing charges തന്നിട്ടുണ്ട്. uninsured standing charges തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻഷുവേർഡും അൺഇൻഷുവേർഡും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തന്നെ തന്നിട്ടുണ്ട്. then ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ടേൺ ഓവർ സെയിൽസും തന്നിട്ടുണ്ട്. അതായത് സെയിൽസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഇയർ ഓഫ് ഫയർ. ഓക്കെ, അതും തന്നിട്ടുണ്ട് 20 lakhs. ദെൻ എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ കമ്പനി ഇൻകേർഡ് അഡീഷണൽ എക്സ്പെൻസസ് എമൗണ്ടിങ് ടു ₹40,000 ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫയർ. അതായത് കമ്പനിക്ക് ഫയർ ഉണ്ടായതിന് ഉടനെ തന്നെയായിട്ട് ഒരു 40,000 rupees എന്ത് വന്നിട്ടുണ്ട്? അഡീഷണൽ എക്സ്പെൻസസ് വന്നിട്ടുണ്ട്. വിച്ച് റെഡ്യൂസ്ഡ് ദ ലോസ് ഇൻ ടേൺ ഓവർ. ഈ 40,000 അഡീഷണൽ എക്സ്പെൻസസ് വന്നതുകൊണ്ട്
ടേൺ ഓവറിലുണ്ടായ നഷ്ടം റെഡ്യൂസ് ചെയ്യാൻ, കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ. അതർവൈസ് turnover during the period of dislocation would have been only amounting to rupees 2,20,000. അതായത് ഈ 40,000 രൂപ അഡീഷണൽ എക്സ്പെൻസസ് ഇൻകർ ചെയ്തില്ലായിരുന്നു എങ്കിൽ ആ ഒരു ഡിസ്ലൊക്കേഷൻ പീരീഡ്, ദാറ്റ് ഈസ് 1st മാർച്ച് ടു 31st ഓഗസ്റ്റ്, ഫയർ ഒക്കർ ചെയ്ത ഡേറ്റ് മുതൽ 31st ഓഗസ്റ്റ് വരെയുള്ള സെയിൽസ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവുള്ളൂ? 2,20,000. ശരിക്കും എത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 3,20,000 ആണ് ആക്ച്വൽ ടേൺ ഓവർ പറഞ്ഞിരിക്കുന്നത്. അതായത് ഫയർ ഒക്കർ ചെയ്ത ഡേറ്റ് മുതൽ ഡിസ്ലൊക്കേറ്റഡ് പീരീഡ് വരെയുള്ള സെയിൽസ് 3,20,000 ഉണ്ട്. ഇനി ഇത് ഈ 40,000 അഡീഷണൽ എക്സ്പെൻസസ് വന്നില്ലായിരുന്നു എങ്കിൽ എത്രയാണ് ഉണ്ടാവുള്ളൂ ഈ സെയിൽസ്? 3,20,000 പകരം 2,20,000 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ 40,000 വന്നതുകൊണ്ട്, അഡീഷണൽ എക്സ്പെൻസസ് വന്നതുകൊണ്ട് 1,00,000 രൂപയുടെ സെയിൽസ് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ. ദെൻ the savings in insured standing charges amounted to rupees 10,800. ഇൻഷുവേർഡ് സ്റ്റാൻഡിംഗ് ചാർജസ് സേവ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നത് 10,800 ആണ്. ഓക്കെ. ദെൻ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് 10% be made in respect of the upward trend in turnover. അതായത് പ്രീവിയസ് ഇയറിലെ ടേൺ ഓവറിലെല്ലാം തന്നെ 10% അപ്വേർഡ് ട്രെൻഡ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തണം. അപ്പം നമ്മൾ അപ്വേർഡ് ട്രെൻഡ് വന്നതായിട്ട് കാണിക്കണം. അതോടൊപ്പം assume that trend adjustment is required on the amount of annual turnover. ആനുവൽ ടേൺ ഓവറിലും ഈ ഒരു ട്രെൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ദെൻ ഇനി ഇതിന്റെ ആൻസർ എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഷോർട്ട് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് സ്റ്റാൻഡേർഡ് സെയിൽസ് നമുക്ക് തന്നിരിക്കുന്നത് 9,60,000 ആണ്. പ്രീവിയസ് ഇയറിലെ കറണ്ട് ഫയർ ഇൻക്വയർ ചെയ്ത ആ ഒരു ഡേറ്റിൽ തന്നെ പ്രീവിയസ് ഇയറിലെ സെയിൽസ് തന്നിട്ടുണ്ട് 9,60,000. പ്രീവിയസ് ഇയറിലെ സെയിൽസിൽ 10% ഇൻക്രീസ് വരുത്താൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, അപ്വേർഡ് ട്രെൻഡ് ഉള്ളത് കൊണ്ട് 9,60,000ന്റെ 10% ആഡ് ചെയ്യുക. സോ 10,56,000 വന്നു. ദെൻ ആക്ച്വൽ സെയിൽസ് തന്നിട്ടുണ്ട് 3,20,000. Therefore, short sales is 7,36,000. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. അതിന്റെ ഇക്വേഷൻ എന്താ? നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ഇൻഷുവേർഡ് സ്റ്റാൻഡിംഗ് ചാർജസ് ഡിവൈഡഡ് ബൈ സെയിൽസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ ഇയർ ഓഫ് ഫയർ മൾട്ടിപ്ലൈഡ് ബൈ 100. സോ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. സോ അപ്ലൈ ചെയ്യുക. 30% എന്ന് കിട്ടും ഗ്രോസ് പ്രോഫിറ്റിന്റെ റേറ്റ്. ദെൻ അടുത്തത് എന്ത് ചെയ്യണം? ലോസ് ഓഫ് പ്രോഫിറ്റ് ഓൺ ഷോർട്ട് സെയിൽസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഷോർട്ട് സെയിൽസ് അറിയാം, 7,36,000 ആണെന്ന് അറിയാം. ദെൻ ഗ്രോസ് പ്രോഫിറ്റിന്റെ റേറ്റ് അറിയാം, 30% നമ്മൾ കണ്ടുപിടിച്ചു. സോ ഷോർട്ട് സെയിൽസ് വന്നതുകൊണ്ട് പ്രോഫിറ്റിൽ ഉണ്ടായ നഷ്ടം എത്രയാണ്? 2,20,800. അപ്പോൾ ഇത് നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും ക്ലെയിം ചെയ്യാം. ഇതിന്റെ ഒപ്പം എന്തും കൂടെ ക്ലെയിം ചെയ്യാം? അഡീഷണൽ എക്സ്പെൻസസ് വന്നിരിക്കുന്നത് ക്ലെയിം ചെയ്യാം. അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സോ 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ അഡീഷണൽ എക്സ്പെൻസസ് കണ്ടുപിടിക്കുന്നതാണ്. അതിന് 3 ക്രൈറ്റീരിയാസ് ആണ് നമുക്കുള്ളത്. അതിൽ ലീസ്റ്റ് എമൗണ്ട് എത്രയാണോ വരുന്നത് അതാണ് അഡീഷണൽ എക്സ്പെൻസസ് ആയിട്ട് എടുക്കേണ്ടത്.
ഫസ്റ്റ് എന്താണ്, ആക്ച്വൽ എക്സ്പെൻസസ് എടുക്കുക 40,000. ദെൻ രണ്ടാമത് എടുക്കേണ്ടത് എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് റിസൾട്ടിങ് ഫ്രം ദ ഇൻക്രീസ്ഡ് വർക്കിംഗ് എക്സ്പെൻസസ്. ഈ അഡീഷണൽ എക്സ്പെൻസസ് വന്നതുകൊണ്ട് സെയിൽസിൽ ഉണ്ടായ ഇൻക്രീസ് എത്രയാണ്, അതായത് നമ്മുടെ ആക്ച്വൽ സെയിൽസിൽ ഉണ്ടായ ഇൻക്രീസ് ഈ ഒരു അഡീഷണൽ എക്സ്പെൻസസ് വന്നതുകൊണ്ട് എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? യെസ്, 1 lakh. സോ ആ 1 lakh സെയിൽസിന്മേലുള്ള ഗ്രോസ് പ്രോഫിറ്റ് ഈസ് 30,000. ദെൻ നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു തിയറി പറഞ്ഞപ്പോൾ. 2 ഇക്വേഷൻ ഉണ്ട്. അൺഇൻഷുവേർഡ് സ്റ്റാൻഡിങ് ചാർജസ് ആണ് അവൈലബിൾ ആണ് എങ്കിൽ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യണം. സോ സെക്കൻഡ് ഇക്വേഷൻ ഇതാണ്, ഗ്രോസ് പ്രോഫിറ്റ് ഓൺ 12 months sales immediately preceding the date of fire divided by gross profit on 12 months sales immediately preceding the date of fire plus uninsured standing charges multiplied by additional expenses. Okay, so ഈ ഇക്വേഷനിലേക്ക് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഫയർ നടന്ന ഡേറ്റിന് മുമ്പുള്ള 12 months സെയിൽസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിനെയാണ് നമ്മൾ ആനുവൽ ടേൺ ഓവർ എന്ന് പറയുന്നത്. സോ അത് നമുക്ക് തന്നിട്ടുണ്ട്, 24 lakhs എന്ന് തന്നിട്ടുണ്ട്. കൂടാതെ 10% അപ്വേർഡ് ട്രെൻഡ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 24 lakhsന്റെ 10% കൂടി ആഡ് ചെയ്യുക. സോ 12 months സെയിൽസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ഫയർ, ഫയർ നടന്ന ആ ഡേറ്റിന് മുൻപത്തെ 12 മാസത്തെ സെയിൽസ് എന്ന് പറയുന്നത് 26,40,000 ആണ്. ഈ 26,40,000ന്റെ ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമുക്ക് വേണ്ടത്. എത്ര കിട്ടും? 7,92,000. ദെൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് ഓൺ 12 months sales immediately preceding the date of fire എത്രയാണ്? 7,92,000 divided by gross profit on 12 months immediately preceding the date of fire, സെയിം എമൗണ്ട് തന്നെയാണ്, പ്ലസ് uninsured standing charges എത്രയാണ്? 20,000 multiplied by 40,000. അപ്പം നമുക്ക് 39,015 ആണ് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ 3 ക്രൈറ്റീരിയാസിലെ ലീസ്റ്റ് എമൗണ്ട് നമ്മൾ എടുക്കണം. ലീസ്റ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത് എത്രയാണ്? 30,000 ആണ് ലീസ്റ്റ് എമൗണ്ട് വരുന്നത്. കാരണം ആക്ച്വൽ അഡീഷണൽ എക്സ്പെൻസസ് 40,000ഉം ദെൻ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് റിസൾട്ടിങ് ഫ്രം ദ ഇൻക്രീസ്ഡ് വർക്കിംഗ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 30,000. തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് 39,015 ആണ്. സോ ലീസ്റ്റ് എമൗണ്ട് എത്രയാണ്? 30,000 ആണ്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു അഡീഷണൽ എക്സ്പെൻസസ് കൂടി ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്യാം. സോ അതിനുള്ള സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. ആദ്യം പ്രോഫിറ്റിലുണ്ടായ ലോസ് നമ്മൾ എഴുതുന്നു, 2,20,800. എന്ത് ആഡ് ചെയ്യാം? അഡീഷണൽ എക്സ്പെൻസസ് 30,000 ആഡ് ചെയ്യാം. ദെൻ സ്റ്റാൻഡിങ് ചാർജസ് സേവ് ചെയ്തിട്ടുണ്ട്, അത് മൈനസ് ചെയ്യുക. സോ ഗ്രോസ് ക്ലെയിം വരുന്നത് 2,40,000. ഇനി എന്ത് ചെയ്യണം? ആവറേജ് ക്ലോസ് അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനെന്താണ് നോക്കേണ്ടത്? പോളിസി വാല്യൂവും അതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ഓൺ 12 months സെയിൽസ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ദ ഡേറ്റ് ഓഫ് ഫയർ. ഫയർ നടന്ന ഡേറ്റിന് തൊട്ടു മുൻപത്തെ 12 മാസത്തെ സെയിൽസിന്റെ ഗ്രോസ് പ്രോഫിറ്റ്. ഓക്കെ, അത് ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, 7,92,000. പോളിസി വാല്യൂ 6,60,000. So policy value is
less than the amount of gross profit on 12 months sales immediately preceding the date of fire. Therefore, we have to apply average clause. So, average clause in equation എന്താണ്? Policy value divided by gross profit on 12 months sales immediately preceding the date of fire multiplied by gross claim. Amount അറിയാം. Policy value 6,60,000. Gross profit 7,92,000. Gross claim 2,40,000. സോ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കമ്പനിക്ക് കിട്ടുന്ന നെറ്റ് ക്ലെയിം ഈസ് 2 lakh rupees. ഓക്കെ.